സിംഹാസനങ്ങൾ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുൻപിൽ പളുങ്കിനൊത്തൊരു കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. ശ്രദ്ധിക്കണം. അവയ്ക്ക് മുൻപുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഒന്നാം ജീവി സിംഹത്തിന് സദൃശം. 4 ജീവികളെ കുറിച്ച് പറയുകയാണ്. സിംഹം, കാള, മനുഷ്യമുഖം, കഴുകനെ പോലെ മുഖമുള്ളത്. ഇങ്ങനെ 4 ജീവികൾ. എസെക്കിയേൽ പ്രവാചകൻ തന്നെ തീരത്തിരുന്ന് കാണുന്ന ദർശനത്തിലും ഈ 4 ജീവികളുടെ ദർശനം കാണുന്നുണ്ട്. ഇപ്പോൾ വിശദീകരിക്കാൻ സമയം ഒറ്റ വാക്യം പറഞ്ഞു പോകാം. ഒന്നാമത്തെ ജീവി സിംഹത്തിനെ പോലെ മുഖമുള്ളത്. സിംഹം രാജാവിനെ കാണിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ 4 സ്വഭാവത്തെ കാണിക്കുന്നത്. മത്തായി യേശുവിനെ രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചാണ് വംശാവലി എഴുതുന്ന യഹൂദന്മാർക്ക് ഇഷ്ടമുള്ള ഒരു രാജാവായിട്ടാണ് മത്തായി രാജാവ് എന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നത്. വിദ്വാൻമാർ ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന്. അപ്പം വിദ്വാൻമാർ നക്ഷത്രം കണ്ടുകൊണ്ട് വരുന്നത് ആ നക്ഷത്രം എന്താണെന്നൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പൊന്നും വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ അവർ വന്ന് ആ നക്ഷത്രത്തിന്റെ തെളിവനുസരിച്ച് അവർക്കൊരു ദൂതന്മാർ ആട്ടിടയന്മാരോട് പറഞ്ഞ ഒരു പദമുണ്ട്. നിങ്ങൾ പോയി വിഷയം മാറിപ്പോയി കണക്ട് ചെയ്തത്. നിങ്ങൾ യേശുവിനെ കാണാൻ പോവുക. എങ്ങനെയുള്ള യേശുവിനെ കാണുന്നത്? യേശുവിനെ കാണാൻ പോകും. അവരെവിടെ പോയാണ് യേശുവിനെ കണ്ടതറിയോ? വിദ്വാൻമാരൊക്കെ യേശുവിനെ കണ്ടത് എവിടെ വന്നാണ് കണ്ടത്? ബെത്ലഹേമിൽ. അത് ഞാൻ ഉറപ്പ് തരാം. ഇനി അടുത്തത് അല്ല, അത് തിരക്കിപ്പോയത്. ആ ദിവസം 2-ാം വായിച്ചാൽ മതി. യേശുവിനെ അവർ പോയി കണ്ടത് പശുത്തൊട്ടിയിലല്ല. ജനിച്ചത് എവിടെന്ന് അറിയത്തില്ല. പശുത്തൊട്ടി കിടക്കുന്നുണ്ട്. അടുത്ത പദം പറയുന്നുണ്ട്, അവൻ അവരെ വീട്ടിൽ വെച്ച് കണ്ട്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞ് എത്ര വിദ്വാൻമാർ വന്നത് ജനിച്ച ഉടനെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പം 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ കൽപ്പിച്ചെങ്കിൽ ആ ജനനം എത്ര നാളായിരുന്നു നമുക്ക്. അതുകൊണ്ടാണ് ഹെരോദാവിന് പോലും ഒരു കണക്കിൽ ഏകദേശം 2 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോഴായിരിക്കാം വിദ്വാൻമാർ ദിവസം വായിക്കാൻ വേണ്ടി. ഞാൻ പുറത്തുനിന്നല്ല പറഞ്ഞത്, വേറെ ദിവസം പറഞ്ഞത്. ശിശുവിനെയും അമ്മയായ മറിയെയും യോസഫിനെയും ഒക്കെ ചെന്ന് കാണുന്ന വീട്ടിൽ വെച്ച് കണ്ട് അവിടെയാണ് പൊന്നും മുമ്പിനും കുന്തിരിക്കും കാഴ്ച വെച്ച് അവർ അവനെ നമസ്കരിച്ചെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. വീട്ടിലെന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ വീട്ടിൽ വെച്ചാണ് കണ്ടത്. അപ്പം പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങൾ ശീലയോട് കൂടെ പൊതിഞ്ഞിരിക്കുന്ന ആരെ കാണും? ശിശുവിനെ കാണും. ഒരു ശിശുവിനെ കാണും. അപ്പൊ സാധാരണ കുഞ്ഞുങ്ങൾ ഒന്ന് പുറത്തേക്കാണ് കിടക്കുന്നത്. നമ്മളൊരു കൊച്ചിനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെന്താ ചോദിക്കും? സാറിന് കുഞ്ഞിനെ കാണാൻ പറ്റും. നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? ഒരു കൊച്ചിനെ കാണാൻ വേണ്ടി ഒരു കൊച്ചി ജനിച്ചു, നിങ്ങൾ കാണാൻ എന്തൊക്കെ ചോദിക്കും? നിങ്ങൾ ചോദിക്കുന്ന കാര്യമില്ല. കൊച്ചിന്റെ നിറം എന്താ ചോദിക്കും? കാരണം കുറച്ച് കഴിയുമ്പോൾ മാറുന്നതായി നമുക്ക്. എത്ര പവൻ ഉണ്ടെന്ന് കൊച്ചിനെന്ത് ആറുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞാലും കൊച്ചു വസ്ത്രം ധരിച്ചിട്ടുള്ളത് ആരും ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോ? ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഒരു ഭ്രാന്തനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിക്കും. തീർച്ചയായിട്ടും ചോദിക്കും, ആളെങ്ങനെയുണ്ട്, വയലന്റ് ആണോ സൈലന്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയും. വസ്ത്രം അതിന്റെ അർത്ഥം സുബോധം ഉണ്ടെന്ന് അറിയാനാണ്. കുഞ്ഞിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ആരും അങ്ങനെ ചോദിക്കാറില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് എല്ലാം വ്യത്യസ്തമാണ്. ഇവരോട് പറയുകയാണ്, ആ പട്ടണത്തിൽ പല കുഞ്ഞുങ്ങളും ജനിച്ചു കാണും, പക്ഷെ എന്റെ കർത്താവ് വസ്ത്രാലങ്കൃതനായ അവന് ആരുമായിട്ടും കമ്പയർ ചെയ്യുന്ന ഒരു രൂപവും ഭാവവും അല്ല എന്റെ കർത്താവിനുള്ളത്. ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാത്ത വസ്ത്രം ധരിക്കുന്നവൻ അവന്റെ വസ്ത്രം മറ്റുള്ള വസ്ത്രം പോലല്ല. അതുകൊണ്ട് എടുത്തു പറഞ്ഞത്, നിങ്ങൾ ബെത്ലഹേമിൽ ചെല്ലുമ്പോൾ പല കുഞ്ഞുങ്ങളെ കാണും, പക്ഷേ ശീലയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞുണ്ട്. അതാ ഞാൻ ഈ പറയുന്ന യേശു. നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെയുള്ള പ്രത്യേകതയുള്ള കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തിന് പ്രത്യേകതയുണ്ട്. അവനെ കുറിച്ച് പറയുന്ന പദത്തിന് പ്രത്യേകതയുണ്ട്. ആ ഭാവി ലോകമാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അത് മറന്നു പോകല്ലേ. അപ്പൊ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് ഇന്ന് രാവിലെ മനസ്സിലാക്കണം. ഇവിടെ തന്നെ നാം വായിച്ചതിന്റെ പദം അടുത്ത് വരികയാണ്. ഒന്നിന് സിംഹത്തെ പോലാണ് മുഖം നോക്കണം. അത് രാജാവിനെ കാണിക്കുന്നു. രണ്ടാമത് കാളയ്ക്ക് സദൃശ്യം, ഭാരം വലിക്കുന്ന ചുവട് താങ്ങുന്ന ഒരു കാളയെ പോലെ ഇരിക്കുക. മത്തായിയുടെ സുവിശേഷം വരുമ്പോൾ യേശുവിനെ ദാസനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കണം, യേശു അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും ഒരു ദാസനായിട്ട്, ഞാൻ മനുഷ്യപുത്ര ശുശ്രൂഷിപ്പാൻ
ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുപടിയായി തന്റെ ജീവനെ കൊടുക്കുവാൻ വന്നിരിക്കുന്നത്. ഡിസ്ഗൈസ് ആസ് എ സെർവന്റ്. യേശുവിന്റെ ശിഷ്യത്വത്തെയാണ് അവിടെ കാണിക്കുന്നത്. സെർവന്റ് ആയിട്ടാണ് മർക്കോസ് അവനെ ചിത്രീകരിക്കുന്നത്. മൂന്നാമത്തത് മനുഷ്യ മുഖമുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ലൂക്കോസ് ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. ഡോക്ടർ ആയതുകൊണ്ട് ആരെ കണ്ടാലും രോഗിയാന്ന് പറയും. ഡോക്ടർ മുന്നിൽ ആര് എന്നുകൊണ്ട് എന്താ പറയും? രോഗിയാണെന്ന് പറയും. ആദ്യം നമ്മുടെ കണ്ണ് നോക്കുക എന്ന് പറയാം, എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. പിന്നെ നാക്ക് നോക്കുക, അതുകൊണ്ട് ആരെയും കുഴപ്പമുണ്ടെന്ന് തന്നെ അറിയാം. പിന്നെ ശരീരം മുഴുവൻ പരിശോധിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് അവർ പറയും. ആലോചിച്ച് ചുമ്മാ പോയി നോക്കിയേ, ചുമ്മാ ഒന്നൊരു ഡോക്ടർ വിസിറ്റ് പോയിട്ട് അല്ല അവർ പറയും എന്തെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വരത്തില്ലായിരുന്നു. അപ്പൊ നോക്കണം, നമുക്ക് വിശ്വാസം എന്നൊരു കുഴപ്പമില്ല കണ്ടുപിടിക്കും. എന്റെ വിഷയം ഇതാണ്. അപ്പം ഈ യേശുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ചാണ് ലൂക്കോസ് പറയുന്നത്. ലൂക്കോസ് 19:10 വിളിച്ച് പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പൊ ലൂക്കോസ് യേശുവിന്റെ മനുഷ്യ സ്വഭാവത്തെയാണ് പറയുന്നത്. ആ 7 സ്വഭാവങ്ങള് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളുണ്ട്. അവൻ ദൈവസ്വരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുഖം പിടിക്കാതെ ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ അനുസരണമുള്ളവരെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ രൂപത്തെ കുറിച്ചാണ് ലൂക്കോസ് വിശദീകരിക്കുന്നത്. 4ാമത്തെ ജീവിയെ കുറിച്ച് പറയുന്നു, ഇതിന് കഴുകനെ പോലാണ്. കഴുകൻ യേശുവിനെ അറിയ ഈ ഭൂമിയുമായി ബന്ധമില്ലാതെ ഉയർന്നു നിൽക്കുന്നത്. ഈ കഴുകന് എപ്പോഴാ ഭൂമി വരുന്നറിയാം? കഴുകൻ എപ്പോഴാ ഭൂമി വരുന്നത്? ആഹാരത്തിന് വേണ്ടി അല്ലാതെ ഉയരത്തിൽ നോക്കുന്നതിന് കണ്ണ് ഭയങ്കരമാണ്. ഒരു വെള്ളത്തില്ലാത്താണ് കഴുകന്. എത്ര ദൂരത്തിൽ നോക്കിയാലും താഴെ കൂടെ പോകുന്ന ഒരു കൊച്ചു എലിയെ അല്ല കൊച്ചു കോഴി ആർക്ക് കാണാം? കഴുകന് കാണാം. അത് പെട്ടെന്ന് വരും, എടുക്കും, തിരിച്ചു പോകും. അപ്പം എന്തിനു വേണ്ടി മാത്രമേ ഇത് ഭൂമി വരാറുള്ളത്? ആ ഉപജീവനത്തിന്റെ ആവശ്യത്തിന് മാത്രമേ ഭൂമിയിലോട്ട് നോക്കാറുള്ളൂ. ബാക്കി മൊത്തം എപ്പോഴായിരിക്കും? അത്ര നോക്കാൻ മതി. നമ്മൾ അത്രേ ചെയ്യാവൂ. നമ്മുടെ അത്യാവശ്യത്തിന് മാത്രമേ ഈ ഭൂമി എന്ത് ചെയ്യാവൂ? ആശ്രയിക്കാവൂ. ഉയരത്തിലേക്ക് വിളിച്ചവരാണെങ്കിൽ ദൃഷ്ടി എപ്പോഴും ഉയരത്തിലായിരിക്കണം. ഉപജീവനത്തിന് വേണ്ടി അല്ലാതെ ഈ ഭൂമി ഒന്നിനും ആശ്രയിച്ചേക്കരുത്. ജോലിക്ക് വേണ്ടി, ജീവിതത്തിന്റെ അന്നുള്ള ആഹാരത്തിന് വേണ്ടിയും മാത്രം താഴേക്ക് വരിക. ബാക്കിയുള്ള സമയങ്ങളിൽ ഉയരത്തിലെ ചിന്തയുമായി പോകുവാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ നേരെ തിരിച്ച അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടി മാത്രം മേളോട്ട് പോകും, ബാക്കി എല്ലാത്തിനും താഴോട്ട്. കർത്താവെ എന്നെ സഹായിക്കണമേ, കർത്താവെ എന്റെ കുഞ്ഞിനെ വിടുവിക്കണമേ, എനിക്കിന്ന് ജോലി വേണം കർത്താവ്, എനിക്കിന്ന് വയ്യ, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, വിശ്വാസം ഇങ്ങനെ പറഞ്ഞു. ഇതിനു വേണ്ടി മാത്രം ഇവിടെ പോകും, സ്വർഗത്തിൽ പോകും. കാരണം തിരിച്ചെന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം നോക്കി ഇവിടെ തന്നെ നടക്കും. അതല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം, സ്വർഗത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഭൂമിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആവശ്യം സാധിക്കാൻ വേണ്ടി മാത്രം, അത്യാവശ്യങ്ങൾക്ക്, ഉപജീവന ചിന്തകൾക്ക് മാത്രം ഭൂമിയിൽ വരിക. ബാക്കി സമയങ്ങൾ മുഴുവൻ ഉയരത്തിലായിരിക്കണം നമ്മുടെ ദൃഷ്ടി. അപ്പം ഈ 4 സ്വഭാവങ്ങളുള്ള ഒരു ജീവിയാണ് കുളങ്ങിന് ചുറ്റും കണ്ണാടിക്കടൽ പോലെ കാണുന്നത്. ഈ കണ്ണാടിക്കടലിന്റെ പ്രത്യേകിച്ച് 4 വശത്ത് എന്തുകൊണ്ടെന്ന് പറഞ്ഞത്? നമുക്കൊക്കെ എത്ര വശമുണ്ട് കണ്ണ്? നമുക്കൊക്കെ എത്ര വശത്ത് കാണുന്നു? ഒരു വശത്തെ 2 കണ്ണേ ഉള്ളൂ. ഈ 2 കണ്ണും കൊണ്ടാണ് ആരും കാണാത്തൊക്കെ നമ്മൾ കാണുന്നത്. അല്ലെ? ലോകത്തിൽ ആരും മനസ്സിൽ പോലും ചിന്തിക്കാത്തതോ പറഞ്ഞിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതൊക്കെ നമ്മൾ കാണുന്ന 2 കണ്ണ്. അങ്ങനെയെങ്കിൽ എന്റെ കർത്താവിന്റെ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളതാണ്. ഹൃദയത്തിലെ ദീർഘവിശ്വാസങ്ങളെ ദൂരത്തുനിന്ന് വലിച്ചെടുക്കുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവനകളെയും മനലിയ ഉളച്ചു കയറുന്ന വരെ ചെല്ലുന്നതിന്റെ കാരണം യഹോവയുടെ കണ്ണാണ്. അതുകൊണ്ടാണ് ഹാഗാർ ഒരിക്കൽ പറഞ്ഞ സമയം പോയി. ഹാഗാർ ഒരിക്കൽ പറഞ്ഞ യഹോവയെ കർത്താവ് എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നവൻ. എന്നെ എവിടെ നീ കണ്ടുകൊടുക്കുന്നത്? നേരത്തെ അബ്രഹാമിന്റെ വീട്ടില്. അബ്രഹാമിന്റെ വീട്ടിൽ എന്നെ മരുഭൂമിയിലും എന്നെ കണ്ടെത്തുകയും എന്നെ മടക്കി ഭവനത്തിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു കണ്ണിനായി എന്നെ രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാം കണ്ണുടച്ചാണ് നാം വായിച്ച വാക്യത്തിലായിരുന്നു. അവൻ നമുക്കായി ഒരു ഭാവി ലോകം ഒരുക്കുന്നുണ്ടല്ലോ. നാം പോകുന്ന സ്ഥലത്തെ കുറിച്ച് ഇന്ന് രാവിലെ നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നാം ആരാണെന്നൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ചെല്ലുന്ന സ്ഥലത്ത് നേതാവാണ് നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താൽ താങ്ക് യു ജീസസ്. The blessing that we achieve from heaven. നാം പ്രാപിച്ച കൃപകളും നാം ഒരു താലത്തിൽ കിട്ടിയവരെ പോലെ ഒരു വീടും വരുത്താതെ മണ്ണിൽ കുഴിച്ചിട്ടു. അല്ലേ? ഇന്ന് രാവിലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മണ്ണിൽ ഒരു കുഴിയെടുത്തിട്ട് ഒരു വീട് വെച്ചിട്ട് ഒരു കാർ വാങ്ങിച്ചിട്ട് ഇതൊന്നും വേണ്ട, അതെല്ലാം വേണം. ഏറ്റവും നല്ലത് ദൈവമക്കളെ ഏറ്റവും നല്ല വീട്
താമസിക്കണം, ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കണം, ഏറ്റവും നന്നായി ജീവിക്കണം. അതിനൊക്കെ അപ്പുറത്ത് ഇത് മണ്ണിൽ കളയാനുള്ളതല്ല.